തൃപ്പൂണിത്തുറ നഗരസഭയിൽ 21 സീറ്റ് പിടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി മാറി. അങ്ങനെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നേടി. പക്ഷെ പിന്നീട് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി വിജയിക്കാനായില്ല. അവിടെ കോൺഗ്രസും CPM പരസ്പരം കൈകോർത്തു. ചില മത്സരങ്ങളിൽ CPM സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, ചിലയിടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. വലിയൊരു നീക്കമല്ലേ കോൺഗ്രസും CPM ചേർന്ന് ഈ നഗരസഭയിൽ മാത്രം നടത്തിയത്? അതാണ് എൻ്റെ നാടാണ്. അപ്പോൾ അവിടെ നടക്കുന്ന രാഷ്ട്രീയമൊക്കെ നമ്മൾ പിന്തുടരേണ്ടതാണ്. BJP കുറേ നാളായിട്ട് പിടിക്കണം എന്ന് ആഗ്രഹിച്ചൊരു നഗരസഭ ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്കാണ് BJP വന്നത്. BJP വേണമെങ്കിൽ ഇപ്പോൾ പയറ്റിയ ഈ തന്ത്രം വഴി കോൺഗ്രസും CPM ഒന്നിച്ച് നിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ BJPയെ തോൽപ്പിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭരണം ശരിക്ക് CPM കോൺഗ്രസും കൂടി നടത്തും എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഭരണകക്ഷി എന്നുള്ളതിലേക്ക് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJPയുടെ കയ്യിലുണ്ട്. ബാക്കി വികസനം, ക്ഷേമം, ആരോഗ്യം, മരാമത്ത്, വിദ്യാഭ്യാസം ഇതൊന്നും BJPയുടെ കയ്യിലല്ല. ബജറ്റ് പാസ്സാക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നിലേക്കാണല്ലോ പൈസ കൊടുക്കുന്നത്. അത് മുഴുവൻ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗ കീശയിലേക്കാണ് പോകുന്നതെന്നർത്ഥം. BJPക്ക് 21 സീറ്റ്, CPMന് 20 സീറ്റ്, കോൺഗ്രസിന് 12 സീറ്റ്. നമുക്ക് ഈ CPMും കോൺഗ്രസും ചേർന്നാൽ 20ഉം 12ഉം 32 വോട്ടാണല്ലോ. ഈ 32 വോട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചതായിട്ട് കിട്ടിയതായിട്ടുമൊക്കെ നമ്മളിനി നോക്കുമ്പോൾ കാണാം. ധനം, വികസനം, ക്ഷേമം, വിദ്യാഭ്യാസം 4 കമ്മിറ്റിയിൽ CPM മത്സരിച്ചു. കോൺഗ്രസ് അതിൽ മത്സരിച്ചില്ല ആ കമ്മിറ്റികളിൽ. അപ്പോൾ BJP 20 അംഗങ്ങളുള്ള CPM സ്ഥാനാർത്ഥിക്ക് ഈ വികസനം, ക്ഷേമം, വിദ്യാഭ്യാസം, ധനം ആ 4 കമ്മിറ്റികളിൽ CPM സ്ഥാനാർത്ഥിക്ക് 32 വോട്ട് കിട്ടി. 20 കൗൺസിലർമാരല്ലേ ഉള്ളൂ, 12 കോൺഗ്രസ്സുകാരും കൂടി വോട്ട് ചെയ്തിട്ടാണല്ലോ 32 വോട്ട് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സഖ്യമായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിൽ രണ്ടിലും കോൺഗ്രസ് മാത്രം മത്സരിച്ചു, CPM മത്സരിച്ചില്ല. അപ്പോൾ BJP 21, അവർക്ക് രണ്ടിലും 21 അവരുടെ സീറ്റ് അനുസരിച്ചിട്ടുള്ള വോട്ടാണ് കിട്ടിയത്. ഇതിലൊക്കെ 12 അംഗമുള്ള കോൺഗ്രസിന് ആരോഗ്യത്തിലും മരാമത്തിലും 32 വോട്ട് കിട്ടി. എന്ന് പറഞ്ഞാൽ CPMൻ്റെ വോട്ടും കൂടി അവിടെ കിട്ടി. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്, ഇന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നിങ്ങൾ മത്സരിക്കുക, ഞങ്ങൾ മത്സരിക്കില്ല, ഞങ്ങൾ വോട്ട് ചെയ്യുക, മറ്റിടത്ത് ഞങ്ങൾ മത്സരിക്കുന്ന നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ, എന്ന് പറഞ്ഞാൽ കോൺഗ്രസും CPMും തമ്മിൽ ഇരുന്ന് ചർച്ച ചെയ്ത് സഖ്യ തീരുമാനം എടുത്തിട്ടാണല്ലോ ഈ മത്സരത്തിന് പോകുന്നത്. അങ്ങനെ ചർച്ച ചെയ്ത് അവിടെ തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ധനം, ബാക്കി 5 എണ്ണത്തിൽ കോൺഗ്രസും CPMും കൂടി വീതം വെക്കുകയാണ് ചെയ്തത്. ബാക്കി 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസും CPMും പരസ്പരം വോട്ട് ചെയ്ത് സഹായിച്ച് വീതം വെച്ചു. ഇനി അവിടെ ഭരണസ്തംഭനം എന്ന് പറഞ്ഞിട്ട് അവർക്ക് പാടി നടക്കാം. കാരണം മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ BJPക്ക് കൈകടത്താൻ അനുവദിക്കില്ല. എന്തെങ്കിലുമൊക്കെ പുരോഗമനപരമായ നടപടികൾക്ക് BJPയെ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ മതിപ്പ് കുറയ്ക്കാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ BJP വേണമെങ്കിൽ താഴെ ഇറക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ UDFൻ്റെ കോൺഗ്രസിൻ്റെ തുണയോടുകൂടി CPMന് അധികാരത്തിൽ വരികയും ചെയ്യാം. അവിടെ അങ്ങനെ പോകുന്നു. പാലക്കാട്ടും ഇതുപോലെ ഒരു സംഭവം, അതായത് പാലക്കാടും തൃപ്പൂണിത്തുറയും തമ്മിലൊരു വെച്ചുമാറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ഇവിടെ തൃപ്പൂണിത്തുറയിൽ CPM വന്നാൽ പാലക്കാട്ട് കോൺഗ്രസിന് ചെയർമാൻ ഉണ്ടാകാം. അവിടെ ഞങ്ങൾ പാലക്കാടും തൃപ്പൂണിത്തുറയും തമ്മിലേ ഇങ്ങനൊരു കോൺഗ്രസും CPMും തമ്മിൽ ധാരണ വരും. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയാണല്ലോ, തെറ്റില്ലല്ലോ. ഇതുപോലെ ചെങ്ങമനാട് പഞ്ചായത്തിലും കോൺഗ്രസും CPMും തമ്മിൽ
ഒരു സഖ്യം ഉണ്ടായിട്ടുണ്ട്. വനിതാ സംവരണം ഉള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഇവര് CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒന്നിച്ചു. UDF-ന് 8, NDA-ക്ക് 6, LDF-ന് 5. ഇതാണ് അവിടുത്തെ ഈ സീറ്റ് നില. അപ്പോൾ വനിതാ സംവരണ വിഭാഗത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ വോട്ട് നില പറയാം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി UDF 10, NDA 6 മത്സരിച്ചപ്പോൾ. അപ്പോൾ UDF-ന് കിട്ടിയല്ലോ അത്. ക്ഷേമം LDF-ന് 9, NDA-ക്ക് 6. അപ്പോൾ അവിടെ NDA-ക്ക് LDF-ന് 5 സീറ്റേ ഉള്ളൂ. പക്ഷേ LDF-ന് ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 9 വോട്ട് കിട്ടി. NDA-ക്ക് 6. NDA 6 സീറ്റേ ഉള്ളൂ. അപ്പോൾ 6. ആരോഗ്യത്തിൽ UDF-ന് 10 കിട്ടി. ശരിക്കും UDF-ന് അവിടെ 8 വോട്ടർമാരേ ഉള്ളൂ. അപ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിൽ ആ ചെങ്ങമനാട് പഞ്ചായത്തിൽ അവർ യോജിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്, പരസ്പരം വോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു രാഷ്ട്രീയം കേരളത്തിൽ രഹസ്യമായിട്ട് ഇരുട്ടിൻ്റെ മറവിൽ എന്നൊക്കെ പറയില്ലേ, ഒരു അധോലോക രാഷ്ട്രീയം CPM-ഉം കോൺഗ്രസും തമ്മിൽ കൈകാര്യം ചെയ്യുന്നു. അല്ല, ഇത്തരം രാഷ്ട്രീയത്തിൻ്റെ സാധ്യത ഇനി വർദ്ധിക്കാനാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP ശക്തമായി പലയിടങ്ങളിലും അധികാരത്തിലെത്തുന്ന സാഹചര്യം വരുമ്പോൾ ആ അധികാര ആരോഹണം എന്ന് പറയുന്നത് ഇതേപോലെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന രീതിയിലുള്ള സഖ്യത്തിലൂടെ ഇല്ലാതാക്കാനായിട്ട് കഴിയും. BJPക്ക് ഭരിക്കണമെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ BJPക്ക് ഭരിക്കാം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ വരുമ്പോൾ പരസ്യമായിട്ട് CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി ചെയർമാൻ്റെ വൈസ് ചെയർമാൻ്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നില്ല അവർ. അതിന് പകരം അത് BJP ജയിക്കാനായിട്ട് വിടുകയും അതിനുശേഷം പിന്നീട് ഭരണത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ ഈ രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ചെയർമാൻ ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കൊങ്ങയ്ക്ക് പിടിക്കാം. അല്ല, ചെയർമാനായിട്ട് മത്സരിക്കുന്ന അതും വൈസ് ചെയർമാനായിട്ട് മത്സരിക്കുന്നിടത്തും വോട്ട് ചെയ്താൽ മാത്രമാണ് അത് ഒരു സഖ്യ വോട്ടായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. കാരണം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ കാരണം ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉള്ളതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. കാരണം എല്ലായിടത്തും അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വോട്ട് 32 വോട്ട് കിട്ടിയിട്ടുണ്ടേ. അത് ശരിയാണ്. അത് ഇപ്പം അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് സാധാരണ രീതിയിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പുകളെന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാധനമാണ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ്. ആ പൊളിറ്റിക്സ് ഒരു ഭാവിയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് കൂടി ആകാം വേണമെങ്കിൽ. അല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJP വലിയൊരു ശക്തിയായിട്ട് ഉയർന്നു വരുമെന്ന തരത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വരികയാണ്. ഇതിനിടയിലാണ് ഒരു നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇടതു മുന്നണിയും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്നു. ഇത് ഇരു പാർട്ടികളുടെയും അണികളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കില്ലേ? ഇത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ നിയമത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞു, അവിടെ K മുരളീധരനെ നിർത്തി തോൽപ്പിച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം നിയമത്ത് മറ്റേ ശിവൻകുട്ടിക്ക് കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നിയമത്ത് കഴിഞ്ഞ തവണ ജയിക്കുന്നത്. ഇല്ലെങ്കിൽ BJP കുമ്മനം ജയിച്ചു പോകേണ്ടതാണല്ലോ. അപ്പോൾ വേറൊരു സ്ഥലത്ത് തിരിച്ച് മറിക്കുകയാണ്. അപ്പോൾ ഈ മറിക്കുന്ന പരിപാടി കോൺഗ്രസും CPM-ഉം തമ്മിൽ പലയിടത്തും ഈ നിയമസഭയിലൊക്കെ മറിക്കുമ്പോൾ അറിയില്ല, ആർക്ക് ചെയ്തു എന്നറിയില്ല. ഇത് നമുക്ക് കൃത്യമായിട്ട് തൃപ്പൂണിത്തുറയിലെ കാര്യം നമുക്ക് കണക്കാക്കി എടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഈ ഒരു BJP-യെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഫാഷിസത്തിനെ തോൽപ്പിക്കില്ലേ, ഭയങ്കര സംഭവമല്ലേ ഇത്. സെക്കുലറിസത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഫാഷിസത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുമായിട്ടുള്ള അപാരമായ സഖ്യമല്ലേ. ആ ന്യായം പറഞ്ഞാൽ പോരെ? അല്ല, പൊതുവെ അത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് പ്രകടമായ രീതിയിൽ വരുന്നത് നിയമസഭയിലുമൊക്കെ ഈ BJP ജയിക്കുന്ന സാഹചര്യം വർദ്ധിക്കുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. ഓരോ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലും പാലക്കാടും തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവിടെ ശ്രീലേഖ പോയി വോട്ട്
അസാധുവാക്കുകയും ചെയ്തു. അവിടെ എന്താണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതെന്ന് നമുക്കറിയില്ല. അവിടുത്തെ കണക്ക് വരുന്ന സമയത്തും ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ വേണമെങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത എന്ന് നമ്മൾ കരുതിയ ഈ തൃപ്പൂണിത്തുറയിലും വേണമെങ്കിൽ പാലക്കാട്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ BJP പുറത്താക്കാനും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഒന്നിച്ചുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് വലിയ സാധ്യതയാണ്. അത് ഇപ്പം ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഈ പ്രത്യാഘാതങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടും വരും. ഇത് കൂട്ടുകെട്ടാണ്, കണ്ടില്ലേ എന്ന് നമുക്ക് അവർക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരെ കാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, അത് കഴിഞ്ഞാലും ഇതൊന്നും സംഭവിക്കണമെന്നില്ല. കാരണം നമ്മൾ പൊതുവെ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് വരെയൊക്കെയാണ് ഇവർ തമ്മിൽ മത്സരങ്ങളുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത് പലയിടത്തും. പക്ഷേ BJPയുടെ അല്ല, BJPയും അങ്ങനെയാണ്. ഇതിനകത്തൊക്കെ എല്ലാവരും പങ്കാളികളാണ്. അത് വേറെ പൊളിറ്റിക്സ് ആണ്. അല്ല, ഇപ്പം മിഷൻ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് BJP വലിയ ഉദ്യമമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കാരണം ഒരു 40 സീറ്റൊക്കെ BJP പിടിച്ചു കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാവുന്ന രീതിയിലുള്ള ചില ഇടപെടൽ നടത്തുക. ഇത് തന്നെ K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണയും പറഞ്ഞ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കില്ലേ? പക്ഷെ ആ 40 സീറ്റ് കിട്ടുന്ന കാലത്താണല്ലോ അത് നമുക്ക് ഇനിയും കുറെ ചർച്ച ചെയ്യേണ്ടി വരും. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താലാണ് അവിടെ എത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.